ഇതാ ഈ കാണുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂബെറി ഐസ്. നല്ല ഫ്ലവറാണ്, നല്ല തിക്കായിട്ട് ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ്. അതിൻ്റെ കമ്പ് നിങ്ങൾക്ക് കണ്ട അതിൻ്റെ പ്ലാന്റ് കണ്ടാൽ അറിയാം, നല്ല ഒരു ഷേപ്പ് ഉണ്ട് കണ്ടോ, നല്ലൊരു ബോൺസായി ഫീൽ വരുന്നുണ്ട്. ഇതിലൊരു കിളിക്കൂടുണ്ട്, നമ്മളവിടെ തേൻകുരുവി എന്ന് പറയും, കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഇത് ക്രിസ്റ്റീന ഫ്ലവറിൽ റെഡിലൊരു വൈറ്റ് സ്പ്രേ ചെയ്ത പോലെ. നമ്മളെ കയ്യിലുള്ള ഏറ്റവും കൂടുതൽ വണ്ണത്തിലുള്ള സൈസുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ ചില്ലി വെറൈറ്റികളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം പ്രൂൺ ചെയ്യാനായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഹാങ് ആയിട്ടുള്ളതിനെ കട്ട് ചെയ്ത് കളയണം. ഇതിനെ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഡബിൾ ഗ്രോത്ത് ആയിരിക്കും. ഇതിനെല്ലാം ഭംഗി എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ ബോൺസായിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു പ്ലാന്റ് ഏകദേശം ഒരു 5-8 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്, നോർമൽ വെറൈറ്റി ആണ്, ഹൈബ്രിഡ് അല്ല. ഇത് ഞാനിവിടെ ഫ്രണ്ടിൽ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുള്ളതിന് കാരണം ഇതിൻ്റെ ഒരു ഭംഗി, നല്ലൊരു ഷേപ്പ് ഉണ്ട്, ഇതിനൊരു അംബ്രല്ല ഷേപ്പ് കൂടെ വന്നിട്ടുണ്ട് വർഷങ്ങളായതുകൊണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളിതിനെ നമ്മൾ കൊണ്ടുപോകുന്നു അത്രത്തോളം നമുക്ക് ഇതിൻ്റെ ഷേപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. കാരണം വർഷങ്ങൾ കഴിയുന്നിടത്തോളം ഇതിൻ്റെ ഷേപ്പിന് ഭംഗി കൂടി വരികയേ ചെയ്യുള്ളൂ. ചെടി ലോങ് ലൈഫാണ്. അത് ശരി. ഒരിക്കലും നശിച്ചുമില്ല. ബോൺസായി എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ ഈ ബോൺസായി ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും നശിച്ചുമില്ല. ഇത് എത്ര കളേഴ്സ്? 2-3 കളർ അല്ലേ? അതൊരു 3 കളറ്, സൺറൈസ് വൈറ്റ്, ക്രിസ്റ്റീന, പിന്നെ അതിലുള്ള ഒരു പ്ലാന്റിലുള്ള ഒരു പീച്ച് പിങ്ക് കളർ. സ്റ്റാർ ഫ്രൂട്ട് നമ്മളെ കാരംബോള എന്ന് പറയുന്ന ആ ഒരു ബോൺസായി ആണിത്. ഒരു 30 വർഷത്തോളം പഴക്കമുണ്ട്. ഇതിൽ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതിൽ ഫ്രൂട്ടാണ്. ഫൈക്കസ് ബെഞ്ചമിന എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു 50 വർഷത്തോളം പ്രായമുണ്ടെന്നാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ഇതുള്ളത് ഈ ഒരു പ്ലാന്റ് നമ്മൾ കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു ഷേപ്പ് അവിടെ അല്ലേ, ഇങ്ങനെ ഒരു ഭംഗിയിലാണ് കിട്ടിയത്. ഇത് ശരിക്കും ഉണങ്ങിപ്പോവില്ല അല്ലേ? ഇല്ലല്ല, അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് കണ്ടോ. അതെ അതെ, ഇതൊരു പ്രത്യേക ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിലനിർത്തി, വേറെ കമ്പളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. എത്ര കളേഴ്സ് ഉണ്ട് ഇതിൽ? ഇതിലൊരു 4-5 വെറൈറ്റി ഉണ്ട്. ഫ്ലെയിം വെറൈറ്റികൾ തന്നെ ചെയ്തിട്ടുണ്ട്. സൺറൈസ് വൈറ്റിൻ്റെ ശരിക്കുള്ള കളറായി കാണുന്ന പ്യൂർ വൈറ്റ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതുപോലുള്ള ഈ ഒരു സൈസിലുള്ള കമ്പ് എടുക്കുക. അപ്പോൾ നമ്മൾ അതിലുള്ള മുള്ളും കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരിൽ പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ്. പോത്തുകല്ലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ജെയ്സൽ എൻ്റെ ബൊഗേൻവില്ല ഗാർഡനാണ് ഈ കാണുന്നത്. ഇവിടെ ബൊഗേൻവില്ല ഒരുപാടുണ്ട്, ഒരു 10-30 വെറൈറ്റീസ് ബൊഗേൻവില്ല ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മളെ ബോൺസായി ബൊഗേൻവില്ലകൾസാണ്. ചെറിയ തൈകളായിട്ട് ഇവിടെ ഇല്ല. ബോൺസായി അതിൽ തന്നെ മൾട്ടി ക്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഇഷ്ടം പോലെ ബൊഗേൻവില്ലാസ് ഇതിൻ്റെ അകത്ത് ചുറ്റുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടാണ് ആ കാണുന്നത് കേട്ടോ, അപ്പുറത്തുമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ നടന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്തെടുത്തേക്കുന്ന ബൊഗേൻവില്ലാസാണ് കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഇതെല്ലാം നമ്മുടെ ഒരു ബോൺസായി ആയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വണ്ണുണ്ട് ഇതിലേക്ക് മുരട് ഉണ്ടോ. നോർമൽ ബൊഗേൻവില്ലയുടെ റൂട്ട് സ്റ്റോക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവരാണ് ഈ തടി? അതെ അതെ അതെ. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഏതൊക്കെ വെറൈറ്റീസ് ഇപ്പോൾ ചെയ്തേക്കുന്നത്? ഇതിലിപ്പോൾ ഉള്ളത് നമ്മുടെ സൺറൈസ് വൈറ്റും അതേപോലെ ഫയറോപ്പാല ഓറഞ്ച്, ഈ 2 വെറൈറ്റിയാണ് ഇതിലുള്ളത്. ഇത് നിങ്ങൾ തന്നെ ഇവിടെ ചെയ്തെടുക്കണോ? അതെ അതെ, നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ്. റൂട്ട് സ്റ്റോക്ക് മാത്രം പുറത്തുനിന്ന് കൊണ്ടുവരും? അതെ അതെ. മണ്ണ് കുറവ് മതി അല്ലേ? മണ്ണ് ഇത് ബോൺസായി ആയിട്ട് നിർത്തുമ്പോൾ മണ്ണ് കുറച്ച് വളർച്ച കുറയും, ഫ്ലവർ കൂടുതൽ കിട്ടും. അങ്ങനെ വാട്ടറിങ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ശരി ശരി. ഇതിൽ 3-4 കളറാ? ഇതിൽ 3 കളറോ 4 കളറുണ്ട്. ഇതിൽ ഫയറോപ്പാല ഉണ്ട്, അതിപ്പോൾ ഫ്ലവർ ഫെയ്ഡായി തുടങ്ങി. ഇതേപോലെ നമ്മുടെ ചില്ലി റെഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ സൺറൈസ് വൈറ്റ്, ഫ്ലെയിം റെഡ് ഉണ്ട്. നമ്മൾ പല രീതിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മുടെ ബ്രിസ പീച്ചാണ്, പീച്ചല്ല സോറി മജന്ത, ബ്രിസ മജന്ത, സൺറൈസ് വൈറ്റ്, അതേപോലെ ട്രൈ കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അത് കണ്ടോ, ഇതിൻ്റെയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇതുപോലുള്ള ആ ഒരു ഷേപ്പ് നല്ല ഭംഗിയിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇതായി കാണുന്നതിൽ ഒരു 2-3 കളറുണ്ട്. അതിൻ്റെയൊക്കെ കമ്പിൻ്റെയൊക്കെ ഭംഗി നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു നല്ലൊരു ബോൺസായി ഫീൽ തരുന്നൊരു നല്ലൊരു കോമ്പിനേഷനുള്ള കളറാണ്. ഫയറോപ്പാല ഓറഞ്ച്. അതൊക്കെ ശരിക്കും എത്ര നാൾ എടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ഏകദേശം ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ചെയ്തിട്ട്. അതെ അതെ അതെ. അതുപോലെ തന്നെ വേറൊരു കളറ്. ഇത് ചില്ലി വെറൈറ്റികളാണ് ഇതിൽ കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കാണുന്ന പ്ലാന്റുകൾ ഇതിൻ്റെ കുറേ നമുക്ക് കാണാൻ കഴിയും ബോൺസായി രൂപത്തിലുള്ളത്. ഇത് നമ്മൾ ഗ്രാഫ്റ്റഡ് അല്ല. ഇത് അതിൻ്റെ നോർമൽ മദർ പ്ലാന്റിൽ നമ്മൾ അതിൻ്റെ ബ്രാഞ്ചുകൾ തന്നെ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മളൊരു ബുഷിയാക്കിയിട്ട് ഒരു ബോൺസായി ഷേപ്പിൽ നിർത്തിയിട്ടുള്ളതാണ്. ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലേ? ഈ കാണുന്ന എല്ലാം അതിൽപ്പെട്ട തന്നെയാണ്. അതിലിപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുള്ളത്, അതിൽ ഫ്ലവർ വന്നിട്ടുണ്ട്. ഒരു വയലറ്റ് കളറാണ് ഇതിലുള്ളത്.
എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അലക്സാണ്ട്ര എന്ന പേരാണോ ഇതിൻ്റെ ഒരു സംശയമുണ്ട്. പഴയ വെറൈറ്റിയാണ്, വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നട്ടിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ഇത് ഇവിടെ നിന്ന് ഈ തണ്ടീന്ന് ചെയ്തേക്കണം അല്ലേ, ഇവിടെ വെച്ചിട്ട് ഇത് നമ്മള് വി ഗ്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വി ഗ്രാഫ്റ്റാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ജോയിന്റ് ഇവിടെ കാണാൻ കഴിയും. കാരണം ഇത് നമുക്ക് കട്ടിങ് നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുക, തോൽ ഇളക്കിയിട്ട് അതേപോലെ വി ഗ്രാഫ്റ്റ്. നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള വി ഗ്രാഫ്റ്റാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ട, ഇത് നിങ്ങൾ ഈ നീളത്തിലുള്ള ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നോർമൽ വെറൈറ്റി അതിൽ തന്നെ അതിൻ്റെ ഫ്ലവർ ആയിട്ടുണ്ട് കുറച്ച്. ഇതിൽ ഇതിൽ തന്നെ നമ്മൾ ഗ്രാഫ്റ്റഡ് മൾട്ടി ആയിട്ടും ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ 2 കാണാൻ കഴിയും. ഇതാ ഇവിടെ ഇതിൽ ഫ്ലെയിം റെഡ്, സൺറൈസ് വൈറ്റ്, അതുപോലെ ഈ പ്ലാന്റിലുള്ള ഫ്ലവർ വയലറ്റ്, ഇതും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഫയറോപ്പാല ഓറഞ്ച് ഉണ്ട്. ഇതാ ഇതിൽ വരുമ്പോൾ നമ്മൾ ബ്രിസാർ റെഡ്, അത് ഫ്ലവർ ഫെയ്ഡായി പോയി. അതേപോലെ നമ്മൾ ഈ സൺറൈസ് വൈറ്റ് ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ. ഏകദേശം അടുത്ത മാസമൊക്കെ കൂടുതലായിട്ട് ഫ്ലവർ കാണുള്ളൂ. ഇപ്പോൾ നമ്മളെ വൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ വൈറ്റ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി മദർ പ്ലാന്റ് ആയിട്ടുള്ളത് ഇത് സൺറൈസ് വൈറ്റ് ആണ്. ഇത് ചെറിയൊരു കുഞ്ഞൻ ബോൺസായി. ഇത് ഇവിടെ നിന്ന് ചെയ്തേക്കണം അല്ലേ? ഇത് നമ്മൾ ഇതിൻ്റെ ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ കളറായിട്ട് ചെയ്താണ്. ഇതിൻ്റെ കമ്പിൻ്റെ ഒരു ഷേപ്പാണ് ഇതിൽ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. കണ്ടോ, ഇതിങ്ങനെ വന്നിട്ട് കണ്ടോ ബോൺസായി ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ല വെയിലുള്ള സ്ഥലത്തെ പറ്റുള്ളൂ അത്. ഇതിൽ കണ്ടിന്യൂ വെയിൽ വേണം. ഒരു 7-8 മണിക്കൂർ കണ്ടിന്യൂസ് വെയിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യും. ഈ ഒരു പ്ലാന്റിനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി നോക്കി. ഇത് കണ്ടോ, നല്ലൊരു ഷേപ്പുള്ള. ഇത് എൻ്റെ അടുത്ത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇത് നോർമൽ പ്ലാന്റ് ആണ്, ഗ്രാഫ്റ്റഡ് അല്ല. ഇത് അതിൻ്റെ ഒറിജിനൽ ആ ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് നമ്മളെ തായ്ലൻഡിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ബോൺസായി, നല്ലൊരു ഷേപ്പുള്ളത്. ഇത് സാഫാണ് അടിച്ചേക്കുന്നത്. അത് സാഫ് അടിച്ച ആ കമ്പ് കട്ട് ചെയ്ത സ്ഥലത്ത്. അതിൻ്റെ ആവശ്യമില്ല, ഞാനന്ന് ചെയ്തേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഫ്ലെയിം വെറൈറ്റികളാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമ്മൾ ഫ്ലെയിം വെറൈറ്റികളാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. കാരണം കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ. ഇത് നമ്മളെ പറഞ്ഞ നോർമൽ പ്ലാന്റ്. ഇതൊക്കെ ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത്? പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പറയാം, ഇതിനൊക്കെ ഇപ്പോൾ ഏകദേശം 25,000 രൂപ റേറ്റാണ് കൂട്ടിയിട്ടുള്ളത്. അതായത് മൾട്ടി കളേഴ്സ് ആണെങ്കിൽ പിന്നെ പ്രൈസ് കൂടും. പ്രൈസ് കൂടുക എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ മൾട്ടിക്ക് അനുസരിച്ചല്ല, അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരും. പ്ലാന്റിന്റെ ബോൺസായി ആ ഷേപ്പിനനുസരിച്ച് റേറ്റ് മാറ്റം വരും. ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടോ, സൈസ് കണ്ടോ, കണ്ടോ ഇത്രയും വണ്ണമുള്ള ഒരു പ്ലാന്റ് കണ്ടോ. ഇത് അത്യാവശ്യം നല്ല എൻ്റെ അടുത്തുള്ളതിൽ ഏറ്റവും വണ്ണം കൂടുതലുള്ള ഒരു പ്ലാന്റാണ് തോന്നുന്നുണ്ട്. ഇത് നമ്മൾ ചില്ലി വെറൈറ്റികളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ചില്ലി മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫയറോപ്പാല ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്, സൺറൈസ് വൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം റെഡ് കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ. ഇതല്ല ഇതിൻ്റെ ഫ്ലവർ നല്ലപോലെ വരും. ആ സമയത്ത് നമുക്ക് ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റിങ് ചെയ്തിട്ടുള്ള ഭാഗം. അപ്പോൾ ഇതിനൊരു സ്റ്റേ കൊടുത്തിട്ടുണ്ട് ഞാൻ, കാരണം ഇത് ഒന്ന് പിടിച്ച് സെറ്റാവുന്ന ടൈം വരെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ബ്രിസാർ റെഡ്, ബ്രിസാർ മജന്ത, ഈ 2 കളർ മാത്രം ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതിൽപ്പെട്ട ഒരു വേറൊരു ബോൺസായി. അതുപോലെ ഇത് നമ്മൾ ആ വയലറ്റ് സിംഗിൾ ആയിട്ടില്ല, പക്ഷെ അതിൽ ഞാനൊരു വേറൊരു കളർ ഇതിൽ ചെയ്താണ്, ഒരു മറ്റേ കട്ട. അതിന് വേറൊരു പേരുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അതായത് വളങ്ങൾ, പ്രൂണിങ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? പ്രൂണിങ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലവറിങ്ങിൻ്റെ തുടക്ക സമയത്ത് നവംബറിൽ അല്ലെങ്കിൽ നവംബർ ഡിസംബർ സമയത്ത് നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഒരുക്കി നിർത്തുന്ന സമയത്ത് ആടായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൻ്റെയൊക്കെ കമ്പുകൾ ഏകദേശം ഇത്ര വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നല്ല രീതിയിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. വളങ്ങൾ ഇതിനധികം കെയറിങ് വേണ്ട. ഫ്ലവറിങ് സമയത്ത് മാത്രം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊട്ടാഷ് DAP 15 ദിവസം കൂടുമ്പോൾ ഒരു 30 ഗ്രാം വെച്ചിട്ട് മാറി മാറി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ വാട്ടറിങ് കറക്റ്റായിട്ട് ഡെയിലി ഒരു നേരം നനച്ചു കൊടുക്കുക. നനക്കുന്നത് വൈകുന്നേരം നനക്കുകയാണ് ഒന്നുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെള്ളം ശരിക്കും കുറവ് മതി അല്ലേ? വെള്ളം കുറച്ച് മതി. ഈ കാണുന്ന പ്ലാന്റാണ് നമ്മുടെ ബ്രിസാർ റെഡ്, സിംഗിളായിട്ട് ചെയ്താണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, കാരണം റെഡ് ഭയങ്കര കളറാണ്. അതിൻ്റെ തടിയുടെ ഷേപ്പ് നോക്കി, നല്ല പഴക്കം ചെന്നിട്ടുള്ള ബോൺസായി ആ രൂപത്തിലുള്ള. എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിക്കരുത്, അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ഈ കാണുന്നത് ഇത് ബ്രിസാർ ഫ്ലെയിം റെഡ് ആണ്. ഫ്ലെയിം റെഡ് മാത്രം, അതിൽ റൂബി റെഡും കൂടെ കയറിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഇപ്പോൾ പ്രൂൺ ചെയ്യാറായെന്നോണല്ലേ? ഈ കാണുന്നത് ഇതിന്റെ നോർമൽ മദർ പ്ലാന്റിന്റെ കമ്പാണ്. അപ്പോൾ അതിൽ ആ ഫ്ലവർ നിർത്തി വരുന്നുണ്ട്. ഇത് വയലറ്റ് വരുമ്പോൾ ഒരു ഭംഗി കാണിക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിനൊക്കെ നേരത്തെ പറഞ്ഞൊരു പ്രൈസ് റേഞ്ചാണോ? 25,000 അല്ല, ഇതിനൊക്കെ ഒരു 45 ഒക്കെ വരും. അത്ര വരും? അതെ അതെ അതെ, ഏകദേശം. അതെ, ഇത് അത്യാവശ്യം അതിന്റെ പ്ലാന്റിനനുസരിച്ച് സൈസിനനുസരിച്ചുള്ള വേരിയേഷൻ വരും. ഇതും അതുപോലെ തന്നെ ചില്ലി വെറൈറ്റികളും ഫ്ലെയിം റെഡ് അങ്ങനെയുള്ളതൊക്കെ കൂടി ഒന്നിച്ച് ചെയ്താണ്. ഇതൊക്കെ അതിൽ പെട്ടതാണ്.
ഇതൊരു വെറൈറ്റി ആണുള്ളത്. ഇത് ഫ്ലവർ വിടരൂല്ലേ ഇത്? ഇത് ഞാൻ ചെയ്ത സമയത്ത് ഇതിൽ പെട്ടുപോയതാണ്. ഇത് നമ്മുടെ ഇങ്ങനെ വിടരാതിരിക്കുന്ന ഒരു ടാങ്ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി പെട്ടിട്ടുള്ളതാണ്. ടാങ്ലോങ്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഒന്നും ചെറിയ തൈകൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല കേട്ടോ. ചെറിയ ഇങ്ങനത്തെ തൈകളാണുള്ളത്. ചെറിയ തൈകൾ അടുത്ത പ്രാവശ്യം നമുക്ക്. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി എന്ന് പറഞ്ഞാലേ? അതെ, ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സക്കൂറ ബല്ലാക്കൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതാ ബോൺസായി ഷേപ്പിലുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഇത് മിനിയേച്ചറാണ്. നമ്മുടെ ബ്ലൂബെറി ഐസിൽ തന്നെ 2 ഐറ്റം വരുന്നുണ്ട്. അതിൽ മിനിയേച്ചർ, ചെറിയ ലീഫ്, ചെറിയ ഫ്ലവർ ആയി വരുന്നുള്ളൂ. നല്ല കുഞ്ഞു ഫ്ലവർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും കൊള്ളാം. ഇതിപ്പോൾ നിങ്ങൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കില്ല സാധനം? നമ്മൾ ഇത് 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ പ്ലാന്റ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ദൂരം പ്രശ്നമല്ല. പിന്നെ വന്നെടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് കസ്റ്റമറിന് അവർ നേരിട്ട് വന്നിട്ട് അവർ സെലക്ട് ചെയ്യാവും ഏറ്റവും ബെറ്റർ. ഇത് നമ്മളാ പറഞ്ഞിട്ടുള്ള ടാങ്ലോങ് സിംഗിളായിട്ട് ഒരു പ്ലാന്റിൽ ചെയ്തിട്ടുള്ളതാണ്. ക്രിസ്റ്റീന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ക്രിസ്റ്റീന നല്ലൊരു ഫ്ലവറാണ്. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫ്ലവർ. അതിൻ്റെ ഒരു വലിയൊരു പ്ലാന്റ് നമുക്ക് അവിടെ കാണിച്ചു തരാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ട്രൈ കളറാണ്. നല്ലൊരു ഭംഗിയാണ്. ഇത് ഇത്ര ഒരു ഭംഗി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ഇത് സിംഗിളായിട്ട് ചെയ്തപ്പോൾ, സിംഗിളല്ല, ഇതിലൊന്ന് റെഡ് കയറിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു പ്രത്യേക കളറാണ് ട്രൈ കളർ. ഇത് ചട്ടികൾ എല്ലാം സിമെന്റ് ആണല്ലേ? എല്ലാം സിമെന്റ് ബോട്ട്. ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്ന? ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത്. അതായത് ബ്രിസ. ഇനി ഞാൻ എൻ്റെ ഫസ്റ്റ് പരീക്ഷണമാണിത്. നാടൻ വെറൈറ്റിയിൽ നമ്മൾ മൾട്ടി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇത് ഫുള്ള് നാടനാണ്. നമ്മളെ നാടൻ ഒരു വയലറ്റാണ്, അതേപോലെ വൈറ്റ്, പിങ്ക്, പിന്നെ ഒരു ഓറഞ്ച്, യെല്ലോ. ഇത്രയും കളർ ഞാൻ അന്ന് ഒരു 4 വർഷം മുന്നേ ഈ ഹൈബ്രിഡൊക്കെ വരുന്നതിൻ്റെ മുന്നേ നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ റെയിൻബോ വെരിഗേറ്റഡ്. ഇത് നല്ലൊരു കളറാണ്, കുഴപ്പമില്ല. അതുപോലെ ഇത് ബ്രിസ വെറൈറ്റികൾ മാത്രം ചെയ്താണ്. അതിൽ സൺറൈസ് വൈറ്റ്, ബ്രിസ റെഡ്, ബ്രിസ മജന്ത. ഇതിൻ്റെ ഷേപ്പ് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് നല്ല ഷേപ്പ് ഉണ്ട്. ഇതിലേ പ്രത്യേകിച്ച് നമ്മൾ ഈ ഫംഗസ് ചാൻസ് കൂടുതലുണ്ടോ? ഇല്ല, ഫംഗസ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്? വേണ്ട ഒന്നും വേണ്ട. അധികം അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ട്രൈ കളറാണ്. ഇത് നമ്മളെ പറഞ്ഞ സക്കൂറ, ഒന്നുകൂടെ ഒരു വലിയ പ്ലാന്റ്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ചില്ലി വെറൈറ്റികൾ മാത്രം ചെയ്താണ്. ഫ്ലവർ ആയിട്ടില്ല, ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും. ഇതിൻ്റെ പോട്ട് നമ്മളിവിടെ വേറെ ഡൈ അടിച്ചിട്ടുണ്ടാക്കിയത്, സ്ക്വയർ പോട്ടിൽ അടിച്ചത്. ഇത് മണ്ണ് വളരെ കുറവുള്ളൂ അല്ലേ? ബാക്കി മണ്ണ് കുറച്ചേ ഉള്ളൂ. പിന്നെ മേലെ നമ്മൾ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നതിന് 2 ഉദ്ദേശമുള്ളത്. ഒന്ന് വാട്ടറിങ്ങിൻ്റെ സമയത്ത് മണ്ണ് തെറിച്ചു പോകാതിരിക്കാനും, പിന്നെ ചൂട് കൂടുതൽ കിട്ടാനും പ്ലാന്റിന്. ഇത് നമ്മളെ ക്രിസ്റ്റീന ഇതാ ഇവിടെ ഉണ്ട്, വലിയൊരു പ്ലാന്റ് ഇതാ ഇവിടെ. ഇതിലൊരു കിളിക്കൂടുണ്ട്. അതെ, കിളികൾക്കൊക്കെ വന്നിരിക്കുകയല്ലേ? അതെ അതെ, നമ്മളിവിടെ തേൻകുരുവി എന്ന് പറയും. കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലേ അതിൻ്റെ അകത്ത്? കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഫ്ലവറിൽ റെഡിലൊരു വൈറ്റ് സ്പ്രേ ചെയ്ത പോലെ. ഇതെല്ലാം നമ്മളെ ഫ്ലെയിം വെറൈറ്റികളാണ്. ഫ്ലെയിം, ഫയർ ഓപ്പാൽ, സൺറൈസ് വൈറ്റ്. ഇതും അതുപോലെ തന്നെയാണ്. ഇതിൽ ഒക്കെ 2, 3, 4 കളർ ചെയ്തിട്ടുള്ളതെല്ലാം. ഇതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾ ഒരു ഇസഡ് എന്തിന് ഒരു ഇത് പറയാം, ഒരു ലെറ്റർ പോലെ, ഒരു ലെറ്റർ പോലെ ഒരു ഭയങ്കര രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇത്രയും വലിയ പ്ലാന്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നശിച്ചു പോകുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. കാരണം കെയറിങ് കുറവാണ്. വാട്ടറിങ് കറക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്രൂണിങ്ങും ഈ പറയുന്ന പോലെ 2-3 പ്രാവശ്യം വർഷത്തിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ബോഗൻവില്ല ബോൺസായി എന്ന് പറയുന്ന പ്ലാന്റ്സ്. ഈ കാണുന്ന വെറൈറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് വാട്ടർ മെലോൺ കിസസ് എന്ന് പറയും. വാട്ടർ മെലോൺ സൂപ്പർ കളറാണ്. സിംഗിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ ആ ചെടിമ ഒറ്റ അത് മാത്രമേ ഉള്ളൂ? ഒരൊറ്റ വെറൈറ്റി ഉള്ളൂ. കാരണം അതിൻ്റെ ഫ്ലവറിൻ്റെ ലീഫ് തന്നെ അത്യാവശ്യം നല്ലൊരു ഷേപ്പ് ഉണ്ട്. ഫ്ലവറും കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ സിംഗിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറേ വെറൈറ്റികളുണ്ട്. അതിന് നമ്മൾ സിംഗിളായിട്ട് തന്നെ ചെയ്യണം. മൾട്ടി ചെയ്യാൻ പറ്റിയത് മൾട്ടി ആയിട്ട് ചെയ്യണം. സിംഗിളായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് സിംഗിളായിട്ട് തന്നെ ചെയ്യണം. കാരണം നമ്മുടെ ക്രിസ്റ്റീന വെറൈറ്റി സിംഗിളായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് മൾട്ടി ചെയ്തപ്പോൾ അതിൻ്റെ ഭംഗി പോയി. ഇത് ക്രിസ്റ്റീനയാണ്, നമ്മൾ വേറൊരു യെല്ലോ ഓയിൽ കയറ്റി കൊടുത്തു. പക്ഷേ അത് അതിൻ്റെ ഭംഗി പോയി. ഇത് സിംഗിളാണ്, സിംഗിളായിട്ട് തന്നെ ചെയ്യണം. അതുപോലെ സൺറൈസ് വൈറ്റ് നമ്മൾ സിംഗിളായിട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവും. പക്ഷേ ഇത് ഫെയ്ഡായി പോയി. ഇത് ഫ്ലവർ നല്ല പ്യുവർ വൈറ്റാണ്. ടാങ്ലോങ് വെറൈറ്റി ഇതാ ഇവിടെ ഉണ്ട്. റെഡ്, പർപ്പിൾ മൾട്ടി ചെയ്താണ്. ഫ്ലവർ കൊഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആണ് മെയിൻ പൂക്കാലം അല്ലേ? ഡിസംബർ ടു മെയ് വരെ ലാസ്റ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അല്ലേ? അതെ അതെ അതെ. ഇതാണ് നമ്മൾ വേറെ വെറൈറ്റി ബിഡാദരി എന്ന് പറഞ്ഞിട്ടുള്ള. ഏതത്? ബിഡാദരി. അതെ.
കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കൊള്ളാലോ, അത് നല്ല രസമുണ്ടല്ലോ. അത് മൊത്തം ഇങ്ങനെ ഇതൊരു മാതിരി ഒരു അംബ്രല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. അതെ അതെ, അത് ഓട്ടോമാറ്റിക് അങ്ങനെ ആവുന്ന കേട്ടോ. നമ്മളൊന്നും അധികം ചിലതൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് അങ്ങനെ ആയി വരും. ചിലത് നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും ചിലപ്പോൾ ഷേപ്പ് കിട്ടിക്കോണമെന്നില്ല. ഇത് നമ്മളെ ബ്ലൂബെറി ഐസാണിത്. അതിൽ നമ്മൾ ഫെറോപ്പാൽ ഫ്ലെയിം റെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ ഒരു ഗാർഡനാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ? പിന്നെ കുറച്ച് ബോൺസൈകളാണ് ഉള്ളത്. ഏത് ബൊഗൻവില്ല തന്നെ? ബൊഗൻവില്ല അല്ല, നമ്മുടെ അഡീനിയം, അതുപോലെ ഫൈക്കസ്. അതവിടെ അപ്പുറത്തുണ്ടാവും വീടിൻ്റെ അവിടെ ഉള്ളത്. വീടിനുണ്ട്. കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വരുന്നവർക്ക്. ലൊക്കേഷൻ നിലമ്പൂർ താലൂക്കിലാണ്, നമ്മൾ പോത്തുകല്ല് പഞ്ചായത്തിൽ ഞെട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. അത് ശരി. നിങ്ങൾ എപ്പോഴും ഉണ്ടാവും? എങ്ങനെയാണ് നിങ്ങളെ സമയം? ഞാൻ ഫുൾ ടൈം ഇവിടെ തന്നെ കാണും. നമ്പറും ഒന്ന് പറഞ്ഞേക്കാം, എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമ്പർ ഒന്ന് പറഞ്ഞേക്കാം. 96 05 65 0888. ഓക്കെ ഓക്കെ. ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഇപ്പോൾ വെയിലായിരുന്നു അല്ലേ? കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു ഇവിടെ അല്ലേ? നല്ല വെയിലാ, വന്ന സമയം കുറച്ച്. ഈ ഒരു ഇങ്ങനെ ഒരു വെയിലത്ത് വെക്കണത്, ഷെയ്ഡിൽ കൊണ്ട് വെക്കരുത് ആരും. മേടിക്കണവർ ഫുൾ ടൈം വെയിൽ കിട്ടിയാലേ ഫ്ലവർ കിട്ടുള്ളൂ. നമുക്കിതൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് കാണിക്കാൻ എന്തെങ്കിലും ഇതുണ്ടോ അവിടെ? നമുക്ക് ക്രാഫ്റ്റ് ചെയ്തൊന്ന് കാണിക്കാം. അപ്പോൾ അതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, ഇതെങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളത് കേട്ടോ. അങ്ങോട്ട് പോലെ വീട്ടിൽ. അതെ അതെ അതെ. ഇതാണ് ജയ്സാലിൻ്റെ വീട് കേട്ടോ. ഇവിടെ ഉണ്ട് അത്യാവശ്യം ബോൺസായി, ബൊഗൈൻവില്ലാസും ഉണ്ട്, അഡീനിയംസ് ഉണ്ട് അല്ലേ? അഡീനിയംസ് ഉണ്ട്. ഈ കാണുന്നത് നമ്മളതിൽ കുറേ മുന്നേ ഉള്ളൊരു ബൊഗൈൻവില്ലയുടെ ബോൺസായി ആണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നോർമൽ വെറൈറ്റിയാണ്, ഗ്രാഫ്റ്റഡ് ആണ്. 2-3 റെഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വൈറ്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ്. ഇത് ഫുൾ ഫ്ലവർ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ നമ്മുടെ ബോൺസായി കളക്ഷനിൽ പെട്ടതാണ്. ഇതിൻ്റെ പേര് എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല. എന്തായാലും ഇത് ഇൻഡോർ ആണോ? ഇൻഡോർ പ്ലാന്റ് ആണോ? അല്ല, ഔട്ട്ഡോറാ. ഇത് ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതും അതുപോലെ തന്നെ ഒരു ബോൺസായി ആണ്. ഇതൊക്കെ ഏകദേശം 25-30 വർഷം പഴക്കമുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ ഈ കാണുന്ന അഡീനിയങ്ങൾ അത്യാവശ്യം ഏജ് ഉള്ളതാണ്. ഈ അഡീനിയം ഇതെല്ലാം കൊടുക്കാനുള്ള ചെടികളല്ലേ? അല്ല, ഈ അഡീനിയങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. ഈ ബോൺസായികളൊക്കെ നമ്മളൊരു കളക്ഷനാണ്. മറ്റേ ബൊഗൈൻവില്ലാസ് മാത്രമേ ഉള്ളൂ? ബൊഗൈൻവില്ലാസ് മാത്രമേ നമ്മൾ സെയിലുള്ളൂ. ഇതാണ് ഫൈക്കസ് ആണ്. ഫൈക്കസ് ബെഞ്ചമിന എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണിത്. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ നട്ടിട്ടുള്ള ഒരു പ്ലാന്റാണ് ബൊഗൈൻവില്ല. അതിൽ നമ്മളൊരു 3-4 കളർ ചെയ്ത് പരീക്ഷണം നടത്തി, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഇത് ഗ്രോത്ത് കുറച്ച് കൂടുതലാണ്, മണ്ണിലായതുകൊണ്ടാവാം. വേറെ റൂട്ടടിയിലോട്ട് പോകുന്നുണ്ട്. ഇതുണ്ട്, ഇത് നല്ലൊരു പഴക്കമുള്ളൊരു ബോൺസായി. ഫെറോപ്പാൽ സൺറൈസ് വൈറ്റ് ഒരു പിങ്ക് കളറൂടെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടിപൊളി. ഇത് പിരിഞ്ഞിരിക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ട്രങ്ക് വളഞ്ഞിട്ടാണ്. ഇതിൽ 2 കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇറക്കി വെച്ചേ ഉള്ളൂ. അത് ഗ്രാഫ്റ്റ് കഴിഞ്ഞാണോ? അതെ, ഗ്രാഫ്റ്റ് കഴിഞ്ഞാൽ ഫ്ലവർ ആയി വരുന്നുണ്ട്, ഇതാ പിടിച്ച് വരുന്നുണ്ട്. അതുപോലെ നമ്മളതിൽ ഇതാ ഒരു സ്റ്റാർ ഫ്രൂട്ട്, നമ്മളെ കാരംബോള എന്ന് പറയുന്ന ആ ഒരു ബോൺസായി ആണിത്. ഒരു 30 വർഷത്തോളം പഴക്കമുണ്ട്. ഇതിൽ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതിൽ ഫ്രൂട്ടാണ്. ഇതല്ല ഭംഗിയുണ്ടല്ലോ. ഇത് സ്വീറ്റ് കാരംബോള ഞാൻ ആദ്യമായിട്ട് കാണാം ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അതിൽ നമുക്കൊരു ഭംഗി മാത്രമല്ല, അതിൽ ഫ്രൂട്ട് കൂടെ ഉണ്ടായി വരുമ്പോൾ ഒരു പ്രത്യേക രസം കാണാൻ. ചാടിയിട്ടുണ്ട്. അതായത് ബെഞ്ചമിന, ഫൈക്കസ് ബെഞ്ചമിന എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു 50 വർഷത്തോളം പ്രായം ഉണ്ടെന്നാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പുറത്തുനിന്ന് എടുത്താണ്. ശരിക്കും നിങ്ങളെ പ്രൊഫഷൻ ഇതാണോ? നിങ്ങൾ എന്താണ് പരിപാടി? ഞാൻ വെൽഡറാണ്. ശരി. ഇതൊരു പാഷൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യണം? അതെ, ഇതൊരു പാഷൻ്റെ പുറത്ത് നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ അതിങ്ങനെ സ്ഥിരമായിട്ട്. എവിടെ നിന്ന് പഠിച്ചതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ? പഠിച്ചെല്ലാം യൂട്യൂബിൽ നോക്കി അങ്ങനെ പഠിച്ചാ. ശരിക്കും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് മഴക്കാലത്ത് ചെയ്യണം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഗ്രാഫ്റ്റിംഗ് മഴക്കാലം, അതുപോലെ നമ്മൾ ഡിസംബർ നവംബറിലെ തണുപ്പുള്ള സമയത്ത് ചെയ്യാം. നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് ചെയ്യാൻ ഏറ്റവും നല്ലത്. എനിക്കൊന്ന് കാണിച്ചു തരുമോ ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് കാണിക്കാം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതുപോലുള്ള ഈ ഒരു സൈസിലുള്ള കമ്പ് എടുക്കുക. അപ്പോൾ നമ്മൾ അതിലുള്ള മുള്ളും കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയുന്ന അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അതിന് കമ്പ് എടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ റൂട്ട് സ്റ്റോക്ക് എടുത്തിട്ട് അതിൻ്റെ മണ്ട നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാണത്. നമ്മളാ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ഇതുപോലെ ബ്ലേഡ് എടുത്തിട്ട് അതിൻ്റെ തോലിങ്ങനെ അടർത്തി എടുക്കുക. ചീന്തി കൊടുക്കണം, തടിയിലേക്ക് പോകാൻ പാടില്ല. നമ്മളതിൻ്റെ തോല് മാത്രമായിട്ട് ഇങ്ങനെ മെല്ലെ കീറി കൊടുക്കുക. അതിനുശേഷം നമ്മളതിലുള്ള ഈ കമ്പനി ഇതുപോലെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം. വി ഷേപ്പിൽ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ബ്ലേഡേ പറ്റുള്ളൂ, കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ നമ്മൾ ഒരു സൈഡ് ഒപ്പിച്ച് വേണം വെക്കാൻ. അതിന് സ്കിന്ന് രണ്ടും ഒരു സ്ഥലത്ത് ഒന്നിച്ച് വരണം.
ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാകുമ്പോൾ നമുക്കൊരു പീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഗ്രാഫ്റ്റിംഗ് ടൈപ്പാണ് അതിന് വേണ്ടത്. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഓവർ ടൈറ്റ് വേണ്ട, ഒരു നോർമൽ ടൈറ്റിൽ ഇതാ ഇതുപോലെ കെട്ടിയിട്ട് ഓക്കെ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതിൽ നന വരാൻ പാടില്ല അല്ലേ? ഇല്ല, അതിൽ വെള്ളം തട്ടാതിരിക്കാൻ വേണം. പിന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റി ഇതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഇത് എത്ര ദിവസം കഴിഞ്ഞാൽ കട്ട് അഴിക്കാൻ പറ്റും? അത് ഓരോ സമയത്തും മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മളിതിന് കമ്പിലൊക്കെ മുള പൊട്ടി ഏകദേശം വളർന്നു വന്നതിന് ശേഷം നമ്മൾ ഈ കവർ ഒഴിവാക്കണം. ചിലപ്പോൾ 10 ദിവസത്തിൻ്റെ ഉള്ളിലാവാം, ചിലപ്പോൾ ഒരു 20 ദിവസം ആവും. അതിന് ശേഷം ഈ കടയിൽ മാത്രം വെള്ളം മതി അല്ലേ? പിന്നെ ഈ കടയിൽ മാത്രം വെള്ളം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു വളർന്ന് പൂവിടേണ്ട ഒരു സമയമാകുമ്പോൾ എത്ര, ഒരു കൊല്ലം എടുക്കുന്നോണം അല്ലേ മിനിമം? അല്ല, അത് നമ്മളിപ്പോൾ നവംബറിൽ ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ ഏകദേശം ഡിസംബർ ജനുവരിയിൽ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കമ്പാണെങ്കിൽ അതിൽ ഫ്ലവർ വരും. ശരി. നമ്മൾ മഴക്കാലത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ജൂണിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരുമ്പോഴത്തേന് നല്ലപോലെ ഗ്രോത്ത് ആയിട്ട് ഫ്ലവർ വരും. എപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് വെയിലത്ത് വെച്ചോ ആ ഒരു ആഴ്ചയുടെ ഉള്ളിൽ തന്നെ ഫ്ലവർ വന്നു തുടങ്ങും വെയിൽ തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ശരിയെന്നാ, താങ്ക് യു. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ.